ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. എല്ലാ മക്കൾക്കും സൈലന്റ് ലേണിംഗിലേക്ക് ഒരിക്കലും കൂടി സ്വാഗതം ചെയ്യുകയാണ്. മക്കളെ, നാളെയാണ് നമ്മുടെ എക്സാമിനേഷൻ. ഒരു ഭയവും വേണ്ട. നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മുടെ എക്സാമിനേഷൻ ചോദിക്കുന്നത്. അതിനപ്പുറം ഒന്നുമേ ചോദിക്കത്തില്ല. അതുകൊണ്ട് ഫുൾ കോൺഫിഡൻസ് ആയിട്ട് നമ്മുടെ സൂപ്പർ 6 ഒക്കെ കണ്ടുകൊണ്ട് നിങ്ങൾ എക്സാമിനേഷന് പോകാം. നമുക്ക് തകർക്കാം, പൊളിക്കാം, മിന്നിക്കാം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഫൈനൽ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഒരു 10 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷനുമായിട്ടാണ്. അതിലെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പുകൾ മാത്രം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. കാരണം നമുക്കറിയാം, നമ്മുടെ മോഡൽ എക്സാമിനേഷന് 35 മാർക്കിനാണ് നമ്മളോട് എന്ത് ചോദിച്ചിട്ടുള്ള ഡെറിവേഷൻ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഡെറിവേഷൻ അത്രയും ഏറെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ട 10 ഡെറിവേഷനാണ് ഞാൻ പറയാൻ പോകുന്നത്, വിത്ത് സ്റ്റെപ്പുകളാണ്. എങ്കിൽ ഒന്നാമത്തെ ചാപ്റ്ററിലെ ഫസ്റ്റ് ഡെറിവേഷൻ പറയുന്നത് എന്താണ് മക്കളെ? ഒരു സ്പെറിക്കൽ ഷെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ്. ഈ ഒരു ഫിഗർ എല്ലാവരും പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ ഗോസ് തിയറം നമ്മൾ അപ്ലൈ ചെയ്യണം. ഗോസ് തിയറം അപ്ലൈ ചെയ്തിട്ട് അവിടെ ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറയുന്നത് 4πr² ആണ്. നമുക്കറിയാം ക്യൂ എന്ന് പറയുന്നത് സിഗ്മ ഇൻറ്റു എ ആണ്. ഏരിയ 4πr² ആണ്. ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി സിഗ്മ r² ഡിവൈഡ് ബൈ ε0 r² എന്ന് കിട്ടും. ഈ ഒരു ഇക്വേഷൻ എല്ലാവരും പഠിച്ചിട്ട് പോവുക. ഇമ്പോർട്ടൻ്റ് ഡെറിവേഷനാണ്. ഫസ്റ്റ് ഡെറിവേഷൻ്റെ കീ പോയിന്റുകൾ മാത്രമേ ഉള്ളൂ. ഇൻ്റഗ്രൽ ചെയ്യുക, ക്യൂവിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക, റീഅറേഞ്ച് ചെയ്യുക. ദെൻ അടുത്തത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ഡെറിവേഷനായ ഇക്വറ്റോറിയൽ ലൈനിൽ ഉണ്ടാക്കുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡെറിവേഷനാണ്. എല്ലാ മക്കളും മസ്റ്റായിട്ടും ഈ ഫിഗർ എന്ത് ചെയ്യണം, പഠിച്ചിട്ട് പോകേണ്ട തന്നെയാണ്. ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ സൈൻ കമ്പോണൻറ്റുകൾ തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോയിട്ട് അവിടെ കോസ് കമ്പോണൻറ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് E1 cos θ പ്ലസ് E2 cos θ ആണ്. E1 ഈക്വൽ ടു E2 ആയതുകൊണ്ട് നമുക്ക് പറയാം 2 E1 cos θ ആണ്. E1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/4πε0 Q/x² ആണ്. കോസ് തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് A/x ആണ്. ഈ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു മക്കളെ? ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ എക്സിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഇതായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേടാ മക്കളെ? ഇനി ലാസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് എ വളരെ ചെറുതാണ്. 6 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് കിട്ടി ഇക്വേഷൻ 1/4πε0 P/r³. പി എന്ന് പറയുന്നത് 2aq ആണ്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പുകൾ, കീ പോയിന്റുകൾ മാത്രം വെച്ചിട്ടുള്ള ഡെറിവേഷനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ട് ഡെറിവേഷൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ അടുത്ത ഡെറിവേഷൻ എക്സ്പ്രഷൻ ഫോർ ദി കപ്പാസിറ്റൻസ് എപ്പോഴും പഠിച്ചിട്ട് പോകേണ്ടതാണ്. സെക്കൻഡ് ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഡെറിവേഷനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, Q = CV ആണെങ്കിൽ C = Q/V ആണ്. Q എന്ന് പറയുന്നത് സിഗ്മ ഇൻറ്റു എ ആണ്. V എന്ന് പറയുന്നത് ED ആണ്, ഇടിയപ്പം അല്ലേ? E എന്ന് വെച്ചാൽ σ/ε0 ആണ്. അപ്പോൾ V = σd/ε0. ഈ വാല്യൂ ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും C = ε0 A/d. എങ്കിൽ വരൂ അടുത്ത ഡെറിവേഷനാണ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഒരു പോയിന്റ് ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡെറിവേഷൻ എക്സാമിന് ചോദിക്കാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം പൊട്ടൻഷ്യലിനെ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്കറിയാം. ആദ്യം ഒരു കുഞ്ഞു വർക്ക് DW, അതാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ഒക്കെ ചെയ്യണം അല്ലേ? ആ സ്റ്റെപ്പുകളൊക്കെ കട്ട് ചെയ്തിട്ട് പൊട്ടൻഷ്യലിനെ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ പഠിച്ചു വെച്ചോളുക. ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു R, അവിടെ ഫോഴ്സ് മാറി എന്താവുക? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആവും ഇൻറ്റു ds ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമുക്കറിയാം, ചാർജ് ഇവിടെയാണ് ഇരിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ നമുക്ക് പോയിന്റ്, ഇവിടുത്തെ പോയിന്റിലെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കേണ്ടത്. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് 1/4πε0 Q/ എന്താണ്? അങ്ങോട്ടുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ആണ്, x² ആണ്. ഓക്കെ അല്ലേടാ? അതേപോലെ തന്നെ ഇൻ്റഗ്രൽ 1/x² dx - 1/x ആണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞാൽ ഈ വാല്യൂ നമ്മൾ ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് 1/x² ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ -1/x കിട്ടുന്നു. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് V = 1/4πε0 Q/r എന്ന് പറഞ്ഞ ഇക്വേഷൻ. എല്ലാവരും പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ, ഒരു ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷനാണ്. അതിനുശേഷം നമ്മൾ അടുത്ത ചാപ്റ്ററിലോട്ട് പോകുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, വീസ്റ്റൺ ബ്രിഡ്ജാണ് അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞല്ലേ? അടുത്ത ഡെറിവേഷൻ എന്ന് പറയുന്നത് വീസ്റ്റൺ ബ്രിഡ്ജാണ്. ചാപ്റ്റർ എന്താണ്? കറണ്ട് ഇലക്ട്രിസിറ്റി ആണ്. ഇതിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയേണ്ടതാണ്, ഈ 2 ലൂപ്പ് എടുക്കും നമ്മൾ. ഒന്നാമത്തെ ലൂപ്പ് ഇതായിട്ടും അതേപോലെ തന്നെ രണ്ടാമത്തെ ലൂപ്പ് ഇതായിട്ടും എടുക്കുന്നു. ഈ 2 ലൂപ്പിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നു മക്കളെ? അപ്ലൈ ചെയ്യുന്നു? KVL അപ്ലൈ ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ പറയുന്നു ബാലൻസ്ഡ് കണ്ടീഷനാണ്. ബാലൻസ്ഡ് കണ്ടീഷനകത്ത് ഗാൽവനോമീറ്ററിലൂടെ കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യത്തില്ല. IG = 0 എന്ന് വിളിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ലൂപ്പിലും അതേപോലെ തന്നെ ഈ ലൂപ്പിലും നിങ്ങൾ KVL അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഇക്വേഷനാണ് I1P = R2R. അതേപോലെ തന്നെ I3Q = R4S. ഈ 2 ഇക്വേഷനും കൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും P/Q = എന്താണ്? R/s എന്ന് മനോഹരമായി നമുക്കത് കിട്ടുന്നതാണ്. ഇതാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ. പറ്റുന്നവരുണ്ടെങ്കിൽ I = NAVDE അല്ലേ? I = NAVDU എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ടല്ലേ? I = NAVDE. ആ ഡെറിവേഷൻ എന്ത് ചെയ്യുക? എല്ലാവരും ഒന്ന് നോക്കിയിട്ട് പോവുക. അതിനുശേഷം നമുക്കറിയാം
മൂവിങ് ചാർജ് ആൻഡ് മാഗ്നറ്റിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ആണ് എന്താണ് ഒരു സർക്കുലർ കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആക്സിയൽ പോയിന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡെറിവേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും പഠിച്ചിട്ട് പോകാം. 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മുകളിലത്തെ ഈ ഒരു ഫിഗർ എല്ലാവരും പഠിച്ചു വെക്കണം കേട്ടോ. അവിടെ നമുക്ക് മനസ്സിലാകുന്ന കാര്യം dB1 കോസ് ആൽഫയും dB2 കോസ് ആൽഫയും ക്യാൻസൽ ആയിട്ട് പോയിട്ട് ഇവിടുത്തെ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് dB1 സൈൻ ആൽഫ പ്ലസ് dB2 സൈൻ ആൽഫയാണ്. ഇത് 2 എലമെൻറ്റ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡാണ്. ഒരു എലമെൻറ്റ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് dB1 സൈൻ ആൽഫയാണ്. dB1ൻ്റെ വാല്യൂം dB2ൻ്റെ വാല്യൂം ഈക്വൽ ആയതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. dB1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ബയോട്ട് സബാർട്ട് ലോ പ്രകാരം μ0 ഐഡിയൽ ഡിവൈഡ് ബൈ 4πr² ആണ്. സൈൻ ആൽഫയുടെ വാല്യൂ a/r ആണ്. ആറിൻ്റെ വാല്യൂ ഇതെല്ലാം ഈ ട്രയാങ്കിളിൽ നിന്നാണ്. ആറിൻ്റെ വാല്യൂ a² + x² ഹോൾ റൈസ് ടു 1/2 ആണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു മക്കളെ? ഈ വാല്യൂ നമ്മൾ ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ആൻസർ കിട്ടുന്നതാണ്. ഈ ഒരു ആൻസർ ഇൻ്റഗ്രൽ dl എന്ന് പറയുന്നത് 2πa ആണ് ഇൻറ്റു a² എന്ന് കിട്ടി. ഇനി ആറിൻ്റെ വാല്യൂ നിങ്ങൾ ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടും മാഗ്നറ്റിക് ഫീൽഡ് B = μ0 ia² ഡിവൈഡ് ബൈ 2a² + x² ഹോൾ റൈസ് ടു 3/2 ആണ്. അറ്റ് സെൻറ്ററിലാണെങ്കിൽ x = നിങ്ങൾ എന്തിട്ട് കൊടുക്കുക മക്കളെ? 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടും B = μ0 ni ഡിവൈഡ് ബൈ 2a എന്ന് കിട്ടുന്നതാണ്. ദെൻ അടുത്ത ഡെറിവേഷനോട് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ നിന്നും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് AC ജനറേറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ, വർക്കിംഗ് പ്രിൻസിപ്പിൾ ആൻഡ് ഇറ്റ്സ് ഡയഗ്രാം, ദെൻ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ഇതെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ ഡെറിവേഷൻ എന്ന് പറഞ്ഞോളം നമ്മൾ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ മാത്രമാണ് ചെയ്യുന്നത്. നമുക്കറിയാം ഫാരഡേ ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് മൈനസ് d∅ എന്താണ്? dt ആണ്. ലെൻസസ് ലോ പ്രകാരം മൈനസ് വന്നത്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം BA cos തീറ്റയാണ്. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ആയതുകൊണ്ട് ആംഗുലാർ വെലോസിറ്റി ടൈം ω t നമുക്ക് ഇട്ട് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിനെ നമ്മളൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിയുമ്പോൾ cos ω t ഡിഫറൻഷ്യേഷൻ എന്ന് പറയുന്നത് മൈനസ് സൈൻ ω t ω ആണ്. NB ω-നെ E0 എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും E = E0 സൈൻ ω t ഈസ് എ ഫൈനൽ ആൻസർ. എങ്കിൽ അടുത്ത ചാപ്റ്ററായ നമ്മുടെ AC ആണ്. ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൽ നിന്ന് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് ഇൻഡക്ടറിൻ്റെ വോൾട്ടേജും കറണ്ടും റിലേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. അല്ലെങ്കിൽ ചോദിക്കുന്നു എന്താണ് കറണ്ട് ലാഗ് ചെയ്യുന്നു, വോൾട്ടേജ് ലീഡ് ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യാൻ ചോദിച്ചാൽ മക്കൾ ഈ ഡെറിവേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതി വെക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം V = L × di/dt ആണ്. ബാക്ക് EMF ആണ്. അപ്പോൾ L × എന്താണ്? di/dt ആണ്. ദെൻ അതേപോലെ തന്നെ നമ്മളിവിടെ നിന്നും DI-നെ കണ്ടുപിടിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ എന്താണ് വോൾട്ടേജ് ഇൻഡിക്കേഷൻ നമുക്കറിയാം V0 sin ω t ആണ്. അത് നമ്മൾ ഇട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ VM sin ω t. അങ്ങനെ നമുക്ക് DI ഇൻഡിക്കേഷൻ ഇത് കിട്ടുന്നതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ട് സൈഡ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. DI എന്നുള്ളത് I ആയി. ഇനി ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ VM/L പുറത്താക്കി sin ω t dt-യുടെ ഇൻറ്റഗ്രേഷൻ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് മൈനസ് cos ω t ഡിവൈഡ് ബൈ എന്താണ്? ω ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രിഗണോമെട്രിക്സ് ഫംഗ്ഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നതാണ് cos ω t അല്ലേ? മൈനസ് cos ω t എന്ന് പറയുന്നത് sin ω t മൈനസ് π/2 ആണ്. അതേപോലെ തന്നെ VM ഡിവൈഡ് ബൈ L ω-നെ നമുക്ക് എന്ത് വിളിക്കാം മക്കളെ? IM, ദ പീക്ക് വാല്യൂ ഓഫ് കറണ്ട് എന്ന് വിളിക്കാം. അങ്ങനെ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടുന്നതാണ്. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? നേരെ നമ്മുടെ പ്രിസത്തിലോട്ട് പോവുകയാണ്. റയോപ്റ്റിക്സ് ആണ്. റയോപ്റ്റിക്സിൽ പഠിച്ചിട്ട് പോകേണ്ട ഒരു ഡെറിവേഷനാണ് പ്രിസം. മോഡൽ എക്സാമിന് ചോദിച്ചു, ഫൈനൽ എക്സാമിന് ചോദിക്കാനും എന്തുണ്ട് മക്കളെ? സാധ്യതയുണ്ട്. എല്ലാവരും ഈ പ്രിസത്തിൻ്റെ ഡെറിവേഷൻ പഠിച്ചിട്ട് പോവാം. ഇവിടെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആദ്യം നമ്മൾ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുന്നു. sin A / sin R = n ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു കോട്ടിലാട്ടർ എടുക്കുന്നത്. ഈ ഒരു കോട്ടിലാട്ടറിലും അതേപോലെ തന്നെ ഈ താഴത്തെ ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടും R1 + R2 = ആംഗിൾ A എന്ന് കിട്ടി. അതേപോലെ തന്നെ മുകളിലത്തെ ഈ ഒരു ട്രയാങ്കിൾ QMR എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് I1 + I2 ആംഗിൾ A + ഡെൽറ്റ എന്ന് കിട്ടുന്നതാണ്. മിനിമം ആംഗിൾ ഓഫ് ഡീവിയേഷൻ കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം ഡെൽ ക്യാപിറ്റൽ D ആണ്. I1 ഉം I2 ഉം Iക്ക് ഈക്വലാണ്. R1 ഉം R2 ഉം Rന് ഈക്വലാണ്. അപ്പോൾ R ആംഗിൾ A/2 എന്ന് കിട്ടി. I ആംഗിൾ A + D/2 എന്ന് കിട്ടുന്നതാണ്. ഇതെടുത്ത് നമ്മൾ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടി എന്താണ്? സൈൻ ആംഗിൾ A + D ഡിവൈഡ് ബൈ 2 ഡിവൈഡ് ബൈ സൈൻ ആംഗിൾ A/2 എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി പ്രിസം എന്ന് നമുക്ക് മനോഹരമായി ഡിറൈവ് ചെയ്യാൻ പറ്റുന്നതാണ്. എങ്കിൽ നമ്മൾ അടുത്തതിലോട്ട് പോകുന്നു. ലാസ്റ്റ് ഡെറിവേഷനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ്? ഹൈഗൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് ലോ ഓഫ് റിഫ്രാക്ഷൻ പ്രൂവ് ചെയ്യാൻ എക്സാമിനേഷൻ ചോദിക്കും. എല്ലാവരും പഠിച്ചിട്ട് പോകേണ്ടതാണ്. അപ്പോൾ നോക്കിയേ, വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഗതിയാണത് അല്ലേ? നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു ഫിഗർ എല്ലാവരും പഠിക്കുക. ഈ ഒരു ഫിഗറിൽ നിന്നും sin I എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് V1 T/എന്താണ്? AC ആണ്. V1 T/എന്താണ്? AC ആണ്.
ഇനി സൈൻ ആർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം V2T എന്താണ് AC ആണ്. ഈ ഒരു ട്രയാങ്കിളിനകത്ത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുക. അപ്പോൾ സൈൻ എ ബൈ സൈൻ ആർ ഈക്വൽ V1/V2 എന്ന് കിട്ടും. നമുക്കറിയാം V1/V2 എന്ന് വെച്ചാൽ N2/N1 ആണ്. കാരണം N = C/V ആണ്. അതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും സൈൻ എ ബൈ സൈൻ ആർ = N2/N1. ഇതേപോലുള്ള എല്ലാ ഡെറിവേഷനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സൂപ്പർ 6ൽ ഡീൽ ചെയ്യുന്നുണ്ട്. എല്ലാ മക്കളും വരുക, ഈ കീ പോയിന്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ ഡെറിവേഷനും പഠിച്ചെടുക്കാം. അവസാനത്തെ പ്രിപ്പറേഷന് ഇവൻ മാത്രം മതിയാകും എല്ലാ ഡെറിവേഷനും മനസ്സിലാക്കിയെടുക്കാൻ. അപ്പോൾ മക്കളെ, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാരോട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് എന്ന് ഞാൻ പറയുന്നു. നിങ്ങൾ മറക്കത്തില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ മക്കളെ, ബൈ ബൈ.